ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഏകദേശം ഞാൻ ഇവിടെ 5-6 ദിവസമായി ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യണേ. നമ്മൾ ക്യാമറ എത്താൻ വേണ്ടി ലൈറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്താൽ കേട്ടോ. നമ്മൾ സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, സൈക്കിളും കാര്യങ്ങളെല്ലാം സെറ്റാണ്. എന്താ പറയുക, ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അവൻ്റെ വീഡിയോ കാണുന്നതിൽ ഒരുപാട് താങ്ക്സ്. അതുപോലെ നമ്മളിനി ഈ കാണുന്ന കയറ്റം ഞാൻ കയറി പോകണം കേട്ടോ. അതേ കൊണ്ടിരിക്കാൻ ഇവിടെ ഉണ്ട്. ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി സാധനങ്ങൾ ഷൂവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാം സെറ്റ് ചെയ്തിട്ടോ. പിന്നെ ജസ്റ്റ് ഷോൾഡറിലേക്ക് അരഞ്ഞ് വീഡിയോ ഷൂട്ട് ചെയ്യുക. ഹെഡിൽ വെച്ചുകൊണ്ട് കേട്ടോ ഒരു സാധനം. പിന്നെ ഇത് വണ്ടിയിൽ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഒരു സാധനം. അപ്പോൾ ഇതിലൊക്കെ കരഞ്ഞ് ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക. എത്രത്തോളം ക്വാളിറ്റി കാണിച്ചിട്ട് ഇവിടെ നാട്ടിലുള്ള കേരളം വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. അതേപോലത്തെ എക്യുപ്മെൻറ്റ്സൊക്കെ തട്ടിപ്പറിയും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്നോട് ശ്രദ്ധിച്ചില്ലെങ്കിൽ അടപ്പ് ധരിക്കും. ഷൂവിന് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ, ഫുൾ ചളിയാണ്. അപ്പോൾ ഗൈസ്, അപ്പം ഇനി മുതൽ കംപ്ലീറ്റ് ഡെയിലി വ്ളോഗ് വരുന്നതാണ് കേട്ടോ. ഗൈസ്, ഇവനാട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്ത്. നമ്മൾ ഏകദേശം ഒരു 1 ഡേ സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പിന്നെ ക്യാമറ നാട്ടിൽ നിന്ന് അയക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം ഇവൻ്റെ അഡ്രസ്സിലാട്ടോ അയച്ചത്. അപ്പോൾ അത് ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3-4 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു. അപ്പോൾ എല്ലാ ഹെൽപ്പും ചെയ്തു തന്നിട്ട് നമ്മളിവിടെ ഉള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. കുറേ ആളായിട്ട് കമ്പനി ആയപ്പോൾ കുറേ പേര് വന്ന് ഹോസ്പിറ്റൽ വർക്കായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാലും പോവാട്ടോ. അപ്പോൾ വെച്ചാൽ അപ്പോൾ ഞാൻ പോട്ടെ. അപ്പോൾ നമുക്ക് ഇനി എവിടെയും വെച്ചിട്ട് എവിടെയും വെച്ച് കാണാം കേട്ടോ. ഓക്കെ, നമ്മുടെ നാട്ടിൽ വളാഞ്ചേരിയുള്ള ആളാണ് കേട്ടോ അവന്, മലപ്പുറം ജില്ലയിലെ. അപ്പോൾ ഗൈസ്, സൈക്കിളും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോവാട്ടോ. ഇനി ഗൈസ് അങ്ങനെ ഹൈവേയിലോട്ട് ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പോകണം. എവിടെ നിർത്തും? ബ്രേക്ക്ഫാസ്റ്റ് മുഖ്യം പിക്കില്ലെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരു ചെറിയ തട്ടുകട ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഇതുവരായിട്ട് കേട്ടോ. സമയം എനിക്ക് തോന്നുന്നു ഏകദേശം 9:15-10 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിച്ചിട്ടാകാം ഇനിയുള്ള യാത്ര. ഗൈസ്, അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് ഗൈസ്. പൊറോട്ടയാണ് കഴിക്കുന്നത്. നമ്മൾ തമിഴ്നാട് സ്റ്റൈൽ പൊറോട്ട. നമുക്കൊരു ഗ്രേവി ഉണ്ട് കേട്ടോ. ഒരു ചായയും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഗ്രേവി ഇത് കഴിച്ചാൽ ഇനിയിപ്പോൾ ഇനി വൈകുന്നേരം കഴിക്കണ്ടാവുക. ഓക്കെ ഗൈസ്, ഒന്ന് കഴിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു, യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഇനി ഇതേ കംപ്ലീറ്റ് വ്ളോഗും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡെയിലി വരും. ഫുള്ള് സ്റ്റുഡൻസ് കേട്ടോ. മിക്കത് കൂടുതൽ കേരള സ്റ്റുഡൻസ് ആണ്. ഏകദേശം 10-25% സ്റ്റുഡൻസ് നമ്മുടെ കേരളത്തിൽ നിന്ന് കേട്ടോ. ഇന്നതേ നമ്മൾ ടൗൺ ടച്ച് ചെയ്ത് ഇനി ഇവിടെ നിന്ന് അടുത്ത ടൗണിലോട്ട് പോയിട്ട് അവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് ഇവിടെ കയറണം കേട്ടോ. അതായത് ഹൈവേയിലോട്ട് കയറണം. പോലീസ് ചെയ്ത് എവിടെ ഇരിക്കണം. പോലീസുകാരൊക്കെ ഒരു വീക്കം മജന്ത ലുക്കാട്ടോ. നമ്മുടെ നാട്ടിൽ പോരല്ല. പക്ഷെ ഇവിടെ ഫുള്ള് കിട്ടുന്ന പൈസ മൊത്തം പോക്കറ്റിലോട്ടാ. ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ടാവില്ല. കാരണം നമ്മുടെ നാട്ടിൽ 500 രൂപയ്ക്ക് പിടിക്കുന്ന ഹെൽമെറ്റ് കേസ് ഇവിടെ നേരെ തിരിച്ചാ. അതായത് 200 രൂപ കൊടുത്ത സംഭവം ഒഴിവായി കിട്ടും. ഒരു മണ്ണാകാട്ടിയില്ല, ഒരു കേസുമില്ല, ഒരു വള്ളിയില്ല. ഒരു 200 രൂപ കൈക്ക് കണ്ട് ചുരുട്ടി കൊടുത്തോ, പരിപാടി ക്ലോസ്. അത് നേരെ ഒരു പോക്കറ്റിലോട്ട് പോകും. ഗവൺമെൻറ്റിനൊന്നും കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ എന്നാലും ഇവിടെ അത്യാവശ്യം നല്ല ഡെവലപ്മെൻറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ പോലില്ല ഗൈസ്. അങ്ങനെ നമ്മളെ ഹൈവേയിലോട്ട് കയറിയിരിക്കുന്നു. അടിപൊളിയായിട്ടോ. അത്യാവശ്യം വണ്ടിക്കാർ അത്യാവശ്യം ഉണ്ട്. നമുക്ക് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് അതിലൂടെ അങ്ങനെ പോകട്ടോ. ആ റോഡിലോട്ട് കയറി ഓടിക്കേണ്ട ആവശ്യം വരില്ല. വേറെ വിഷയമുണ്ട്. ഞാനിപ്പോൾ സൈക്കിൾ ചവിട്ടിയിട്ട് ഇപ്പോൾ ഒരു
4-5 ദിവസമായതിനാൽ പെട്ടെന്ന് എടുത്തപ്പോൾ എന്തോ ഒരു ഇതുണ്ട് കേട്ടോ. അതായത് ഒരു കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നിർത്തി പയ്യെ പോവാം. ഇന്നിപ്പോൾ വല്ലാണ്ട് കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, എന്നാലും നോക്കാം. ഇതിപ്പോൾ എങ്ങനെ ഡെക്കാത്തലോണൊന്ന് പോകണം. അവിടെ നിന്ന് പോയി നമുക്കൊരു എയർ പമ്പ് വാങ്ങാണ്ട്. എയർ പമ്പ് എൻ്റെ കയ്യിലില്ല. അങ്ങനെ നമ്മളൊരു പാലത്തിലാട്ടോ. അപ്പുറത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയത്തില്ല, ട്രെയിൻ കണ്ടോ പയ്യെ മൂവ് ആവുന്നുണ്ട് കേട്ടോ പാലത്തിൽ നിന്ന്. അത് അടിപൊളി കാഴ്ച. ഇവിടെ ഈ ഗ്രില്ലുണ്ടായതുകൊണ്ട് കറക്റ്റ് വിഷ്വൽസ് കിട്ടത്തില്ല. അയ്യോ, ഈ പാലം ഇങ്ങനെ കുലുങ്ങാണ്. വണ്ടിക്കാരിന് പോകുമ്പോൾ, ലോറിക്കാർ പോകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ജമ്പ് ചെയ്യുന്നുണ്ട് പാലം. അതായത് ട്രെയിന് പയ്യെ പോകുന്നുണ്ട് കേട്ടോ. ഒന്നില്ലെങ്കിൽ സ്റ്റേഷൻ എത്താനുണ്ടാവും, ഒന്നില്ലെങ്കിൽ സ്റ്റേഷൻ കഴിഞ്ഞ് പയ്യെ പോവും. പയ്യെന്ന് വെച്ചാൽ വളരെ പയ്യെ ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ട്. ചെറിയ ട്രെയിനാണ് കേട്ടോ, വലിയ വലിപ്പമൊന്നും തോന്നുന്നില്ല. പയ്യെ പോകുന്നുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം കേട്ടോ. നമ്മളിത് ഹൈവേയിലാണ്. ഞാനിവിടുന്ന് നാവൂൽപ്പഴം വാങ്ങിയിട്ടോ. നിങ്ങൾ കാണുന്നുണ്ടറിയാം, അതാണ് നാവൂൽപ്പഴം. ഞാൻ കുറച്ച് കഴിക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇല്ല, ഇവിടെ റംബൂട്ടാൻ ഉണ്ട്. അതുപോലെ 4 വില രസമുണ്ട് കേട്ടോ, പക്ഷെ മധുരമുണ്ട്. റംബൂട്ടാൻ ഇവിടെ കാക്കിയില 150 രൂപ കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നാണ് സാധനം വരുന്നത്, അതാണ് ഇത്ര റേറ്റ് കൂടുതൽ. അപ്പോൾ ഞാൻ അതൊന്ന് കുറച്ച് വാങ്ങിട്ടോ. എന്താ ഇവിടെ എൻ്റെ അത്യാവശ്യം നല്ല രസമുണ്ട്. അപ്പോൾ ഓക്കേടാ, ശരി. ഓയോ മോനെ, ഒരു ഹോണ്ടയുടെ സാധനം പഴയ സിറ്റി എന്ന് തോന്നുന്നുണ്ട് മറ്റേത്. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഡെക്കാത്തലോണിക്ക് പോയി. ഡെക്കാത്തലോണിക്ക് 2 കിലോമീറ്റർ അങ്ങനത്തെ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഈ കാണുന്നത് ഒരു വില്ലേജ് ഏരിയ ആണോ അതോ എന്താണെന്ന് കറക്റ്റ് എനിക്ക് മനസ്സിലായില്ലോ. ജസ്റ്റ് ഒരു പാർക്ക് പോലെ സെറ്റപ്പൊക്കെ കേട്ടോ. സൈഡിൽ മരങ്ങളും ഇരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടോ. ആക്ച്വലി ഇത് മാംഗ്ലൂർ ടൗണാണ്, മെയിൻ ടൗണ്. അടിപൊളിയുണ്ട് അല്ലേ ഒരു ഏരിയ. അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ, ഫുൾ വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒരു കോൺക്രീറ്റ് റോഡാണ് കണ്ടോ. ബസ് സ്റ്റോപ്പ് പോലത്തെ ഒരു സംഭവങ്ങളും ലോക്കിട്ട് അവൻ കയറ്റി വെച്ച് വന്നു കേട്ടോ. യൂണിവേഴ്സിറ്റി ആണോ അതോ എന്തോ സംഭവമാണ്. പടച്ചോനെ അറിയാം. ഇതെല്ലാം സംഭവം നോക്കാം. ഒരു ആംബിയൻസ് സെറ്റപ്പ് അടിപൊളി കേട്ടോ. ഇവിടെ കൂടുതൽ ഫുഡാണ് കേട്ടോ. ഫുഡ് ഐറ്റംസ് ഇഷ്ടംപോലെ. നമ്മുടെ നാട്ടിലെ കാട്ടി ഫുഡ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാട്ടോ കിട്ടുന്നത് ഫുഡൊക്കെ. മിക്ക സ്ഥലങ്ങളിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ഫുഡൊക്കെ കിട്ടണം നമുക്ക്. ഈ ഏരിയ ഒക്കെ ഇവിടെയില്ലേ, എന്നാ രസം അറിയോ കാണാനേ. ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. പുതിയ ആസ്റ്റർ കേട്ടോ ഇത് ഈ ഹുണ്ടായിയുടെ. തീരെ സ്ഥലം വണ്ടി, എന്താ അതിൻ്റെ കോലം. ഈ റോഡിൻ്റെ അടിച്ച് കണ്ടോ, അതിൽ വണ്ടി കുടുങ്ങി കഴിഞ്ഞാൽ തീർന്നു കേട്ടോ, കയ്യിൽ നിന്ന് പോവേ. വണ്ടിക്കാരാണുള്ളൊരു മാനേഴ്സ് പറഞ്ഞ സാധനമല്ല. ഇവിടെ ഏതൊരു മാളിനകത്താട്ടോ ഡെക്കാത്തലോൺ വരണേ. കറക്റ്റ് എനിക്കറിയില്ല, എങ്ങനെയാലും പോയി നോക്കാം. ഡെക്കാത്തലോൺ ഇതിൻ്റെ സൈക്കിൾ അവിടെ ഇട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്രോപ്പറായിട്ടുള്ള പാർക്കിംഗ് സംബന്ധിച്ച് ചെറിയ മാളെന്തോ ആണ്, അറിയത്തില്ല ഗൈസ്. എങ്ങനെ അകത്തോട്ട് കയറി നോക്കാം. പഴയ മാളെന്തോ കേട്ടോ, എന്തോ വർക്ക് എടുക്കേണ്ട കാര്യമായിട്ട്. അകത്തോട്ട് കയറി നോക്കാം. അറിയത്തില്ല ഗൈസ് എന്താണ് അവസ്ഥ. സമയം ഇപ്പോൾ ഏകദേശം 12:16 കേട്ടോ. അകത്ത് AC ഉണ്ടെന്ന് മനസ്സിലായി ഗൈസ്. നല്ലൊരു ലൈറ്റിൻ്റെ ഫ്ലിക്കറിങ് വരുന്നുണ്ട് കേട്ടോ, ഉണ്ടോ. ഇത് സെക്കൻഡ് ഫ്ലോറിലാണ്. ഇത് ഞാൻ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നത്. നമ്മൾ ഓഫേഴ്സ് വല്ലതുണ്ടോ അറിയത്തില്ല കേട്ടോ, നോക്കാം. നമുക്ക് എങ്ങനെയായാലും സൈക്കിളിൽ എയർ പമ്പ് വാങ്ങാൻ കേട്ടോ. എയർ പമ്പ് വാങ്ങണം ഗൈസ്. ആക്ച്വലി അത്യാവശ്യം വലിയ മാൾ തന്നെയാണ്, കണ്ടിട്ട് പഴയ മാൾ പോലെ. പക്ഷേ ഇൻസൈഡ് കയറിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഈ നമ്മുടെ ഡെക്കാത്തലോൺ അതാ ആ കാണുന്നു.
ഒരു എക്യുപ്മെൻറ്റ്സ് ഇവിടെ ഉണ്ട്. പുറത്ത് തോണിയുണ്ട്, തോണി അതുപോലെ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഇവിടെ കയറി നോക്കണം. ആകെ വേർത്ത് കൊണ്ടാറുണ്ട്, അത് വേറെ കാര്യം കേട്ടോ. ആക്ച്വലി ഇനി അതിനുള്ളിൽ കയറട്ടെ. നമുക്ക് എയർ പമ്പ് ഉണ്ടല്ലോ, എയർ പമ്പ് വാങ്ങാണ്ട്, അപ്പോൾ അത് വേങ്ങണം. സൈക്കിൾ നോക്കിയാൽ ആ വൈറ്റിൻ്റെ മേലുള്ള സൈക്കിൾ കളറൊക്കെ ഇഷ്ടമായിട്ടോ. സിംഗിൾ സ്പീഡ് സാധനമാണ് തോന്നുന്നു. സിംഗിൾ സ്പീഡ് സാധനം 8000 റുപ്പീസ് ഉള്ളേ. ഓക്കെ കഴിച്ച് ഞാൻ അകത്തോട്ട് കയറി നോക്കട്ടെ. ഇത് അത്യാവശ്യം ഉണ്ട്. എയർ പമ്പ് കിട്ടണം, ജിം എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. നമ്മുടെ ട്രാവൽ ആക്സസറീസ് കേട്ടോ ഉണ്ടോ, പോർട്ടബിൾ ആയിട്ടുള്ള ടേബിളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ വാങ്ങിയിരുന്ന ടെൻറ്റ് ഇതാണ് ആക്ച്വലി. ഇത് ചെറിയ സാധനമാണ്. എൻ്റെ പിന്ന് ദിസ് ടൈപ്പ് ഈസ് മൈ പിൻ ഈസ് കറക്റ്റ്. ഇതേപോലെ ടെൻറ്റ് പിന്ന് വരണം. അപ്പോൾ ഇത് സൂട്ടാവുമെന്ന് അറിയത്തില്ല, നോക്കണം എന്നിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതങ്ങനെ ആ പമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ആ പമ്പ് നമുക്ക് നടക്കത്തുള്ളൂ, ഇതൊന്നും നടക്കത്തില്ല. അതൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷെ ഇത് നമുക്ക് കൊണ്ടുപോകാൻ നടക്കത്തില്ല. നമുക്ക് വേണ്ടത് ഈ പമ്പ് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ ഗൈസ്, ഇതായിട്ട് വാങ്ങിയത് എന്താകുമ്പോൾ ചെറിയതാണ്. ഇതാണ്ടോ, ഇതിങ്ങനെയാണ് പുഷ് ചെയ്യലാണ് സംഭവം. അപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ട്. ദിസ് ഇസ് മസ്റ്റാണ് ഗൈസ് നമുക്ക്. ഗൈസ് അങ്ങനെ ഇതായിട്ട് നമ്മുടെ ഡെക്കാത്തലോണ്ട് സാധനം എയർ പമ്പ് കണ്ടോ, ഇതിങ്ങനെ തിരിച്ചെടുത്തുണ്ടോ, ഇതിങ്ങനെ പുഷ് ചെയ്യലാണ് പരിപാടി. പുഷ് ചെയ്ത് ഇറക്കുക. നൈസ് പരിപാടി കേട്ടോ. പോർട്ടബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഇതുണ്ടോ, നമ്മൾ ബാഗിലോ എവിടെ ഇടാം. മറ്റേ ബാഗിലെ സാധനമൊക്കെ നമ്മൾ സൈക്കിൾ സാധനം കൂടെ ഉണ്ടെങ്കിൽ എല്ലാം സെറ്റ് ചെയ്തിട്ട് തുടരണം കേട്ടോ. സമയം ഇപ്പം ഏകദേശം ഒരു 1 മണി കഴിഞ്ഞിട്ട് കേട്ടോ. ഗൈസ് ഇതാണ് മാംഗോസ്. ഇത് എവിടെ നിന്ന് ഇറക്കണം? ഓക്കെ, താങ്ക് യു. പുള്ളിക്കാരൻ എല്ലാം ടേസ്റ്റ് നോക്കണം കേട്ടോ. ഞാൻ കുറച്ച് നാലുമ്പഴം വാങ്ങി, ഒരു വെറൈറ്റി നാലുമ്പഴം. അതായത് നല്ല മധുരം ഉണ്ട് കേട്ടോ. ഇതാട്ടോ ഇവിടെ അങ്ങനെ തൂക്കിയിട്ടുണ്ട്. എന്തിനു വെച്ചാൽ നമ്മൾ പോകുമ്പോൾ വായിൽ വെള്ളം വറ്റാണ്ടിരിക്കാൻ കേട്ടോ. ഇങ്ങനെ കഴിക്കുമ്പോൾ രസമാണ്. അങ്ങനെ കഴിച്ചിങ്ങനെ പോവാം. കുട്ടികളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. കവർന്ന് ഞാൻ 4 രൂപ എടുക്കണു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിലോട്ട് ഇടണം. നല്ല അടിപൊളി ക്ലൈമറ്റ്. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കം. അതാണ് ഈ ഹൈവേയുടെ ഒരു പ്രത്യേകത. ഇനി ഇവിടെ നിന്ന് അങ്ങ് വിട്ടു കൊടുത്താൽ മതി. എന്നാ വ്യൂ നോക്കിയേ, നല്ല അടിച്ചാവളി മാരുണ്ട് കേട്ടോ. മിക്കവാറും നമുക്ക് എവിടെയെങ്കിലൊക്കെ തങ്ങേണ്ടി വരും. കാരണം ഇന്നിപ്പോൾ ആകെ ഒരു 20 കിലോമീറ്റർ ചവിട്ടിയേ ഉള്ളൂ. 20ഓ 25-ന് അടുത്ത് ആവണുള്ളൂ. ഓക്കെ, നമുക്ക് പോയി നോക്കാം. എവിടെ എത്തുമെന്ന് അറിയത്തില്ല. മാക്സിമം ഒരു 40 കിലോമീറ്ററിന് ചവിട്ടാനുണ്ട്. പക്ഷേ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും കുടുങ്ങാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ നിൽക്കാൻ പണിയാണ്. കുറേ നേരം പെയ്തുകൊണ്ട് നിൽക്കും. നമ്മുടെ നാട്ടിലെ പോലെ അല്ല. നമ്മുടെ നാട് പറഞ്ഞാൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് മഴയാണ്. ഇവിടെ അങ്ങനെയല്ല കഴിയും. മോനെ ബസ് നോക്കിയേ, മഴ പെയ്തിട്ടോ. നല്ല അടിച്ചവളി ബസ്. MH മഹാരാഷ്ട്ര ഉണ്ട് കേട്ടോ. ഇതിരിക്കണേ B90R അങ്ങനത്തെ ബസ്സാണ് എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ. ഇതേപോലെ ബസ്സിനെ ഇഷ്ടപ്പെടുക, അതായത് ലോക്കൽ ബസ്സല്ല, ഇതുപോലത്തെ അടിപൊളി ബസ്സാണ് കേട്ടോ. അങ്ങനെ രസം കേട്ടോ കാണാനായിട്ട്. പുറത്തുനിന്ന് ഒരു വിദേശ ലുക്കാണ് കാണുമ്പോൾ തന്നെ. അച്ഛനെ അടിച്ചവളി കാറ്റ് കേട്ടോ. ജോലിക്കാറ്റ് വല്ലതും ഉണ്ടോ അറിയത്തില്ല.
നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. നമുക്ക് ഹെൽമെറ്റ് നമ്മൾ ഊരിച്ച് വെക്കാം. ഇവിടെ പിന്നെ സേഫ് ആവും. അതിൻ്റെ ക്യാമറയും കാണുന്നുണ്ട്. നല്ല അടിച്ചാപ്പൊളിമാരുണ്ട്. ഭയങ്കര കാറ്റിട്ടോ നോക്കി. ആക്ച്വലി നല്ല മഴ കേട്ടോ ഇവിടെ. മഴ എന്ന് വെച്ചാൽ ചെറിയ മഴ ഒഴിയോ ചെറിയ കാറ്റ്. നല്ല തണുത്ത കാറ്റ്. ആ ബസ് അങ്ങോട്ട് നോക്കിട്ടോ പെട്രോൾ അടിച്ചിട്ട്. ഇതൊരു ബ്യൂട്ടി ഒക്കെ അടിപൊളിയല്ലേ. നല്ല അടിച്ചാപ്പൊളി ക്ലൈമറ്റ്. കിട്ടില്ല മഴ. ഗ്യാസ് ഫില്ല് ചെയ്യാം മഴ കൂടി. ഓട്ടോറിക്ഷയൊക്കെ നോക്കി പിന്നെ രസമറിയ കാണാൻ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഓരോ കമ്പിക്ക് 5000 രൂപ ഫൈനാണ്. സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ സേഫാണ്. ഗൈസ് അങ്ങനെ പോണൊക്കെ മഴ കൂടി സ്ട്രോങ് ആയി. അപ്പോൾ ഞാൻ വണ്ടി അവിടെ സൈഡാക്കിട്ടോ. വണ്ടി ഇത് എവിടെ സൈഡാക്കിയിട്ട് ഇവിടെ തൊട്ട് കട കേട്ടോ. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും നിർത്തിയല്ലേ. ചെറിയ ലൈറ്റായിട്ട് ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫുഡെല്ലാം കഴിച്ചിട്ട് ഇൻഷാല്ലാ നമുക്ക് കഴിക്കാട്ടെ. അയ്യോ അടിച്ചാപ്പൊളി മഴ കേട്ടോ. സൈക്കിളിൽ അവിടെ സീറ്റിൻ്റെ ഓട്ടോട്ടെ നിർത്തി കണ്ടോ. ഇത് ഗൈസ് സത്യം പറയാലോ ഊമ്പൽ ബിരിയാണി 5-ൻ്റെ പൈസക്കില്ല. ഇത് കണ്ടു മഞ്ഞപ്പൊടി കളിക്കുമായിരുന്നു. ഓക്കെ ഫുൾ മഞ്ഞപ്പൊടിയാണ് കൈ. വേറെ ഒന്നുമില്ല കൈസ്. അങ്ങനെയുണ്ടോ ചിക്കനും സത്യം പറഞ്ഞത് കറി ഇതാണോ എന്താണോന്ന് അറിയത്തില്ല. മഞ്ച് റൈസ് പോലത്തെ റൈസ് മാറ്റി തരുമെന്ന് ചോദിച്ചിട്ട് ഓഫാക്കി തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇതുണ്ടോ ഇതാണ് ജസ്റ്റ് മഞ്ഞപ്പൊടിൻ്റെ ചോയ മാത്രമേ കിട്ടുന്നുള്ളൂ. ഞാനിനി വേസ്റ്റാക്കില്ല. അത് കഴിക്കാം. പരന്നോടത്തങ്ങനെ കഴിച്ചിട്ട് ബാക്കി നമുക്ക് പാഴ്സലാക്കട്ടോ. അത്രയും ചെയ്യണുള്ളൂ. ഓക്കെ പാഴ്സലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ ഇത് 4 രൂപയാവും. അപ്പോൾ ഇനി ഇവനെ പോകണമെങ്കിൽ നൈറ്റ് കഴിക്കാമല്ലോ. ഇപ്പോൾ രാത്രികത്തെ ഫുഡുമായി ഉച്ചകത്തെ ഫുഡുമായി. ഹായ് ഒരു പോലീസുകാരൻ കൈയ്യട്ടീൻ്റെ കേട്ടോ. Hi, how are you? I'm fine. I'm from Kerala. Kerala. Malayali. Very good. നമ്മൾ മലയാളിയാണ്. ഞാനിവിടെ തന്നെ ജനിച്ചു പഠിച്ചല്ലോ ഇവിടെ തന്നെ. ഒരു സെൽഫി എടുത്തേക്കാം. പോകുന്ന സാറ് കേരളക്കാരനാട്ടോ. മലയാളിയാണ്. പക്കം മലയാളി കേട്ടോ. അദ്ദേഹം ഇവിടെ തന്നെ തോന്നുന്നുണ്ട്. അയാളെ വീടും ഞാനൊക്കെ ഇവിടെ തന്നെ തോന്നുന്നുണ്ട്. നല്ല രീതിയിൽ മലയാളം സംസാരിക്കുന്നുണ്ട്. ഒരു മൂപ്പരെ ഫേസ് വീഡിയോയിൽ കാണിക്കാൻ പറ്റും. കാരണം വെച്ചാൽ മൂപ്പര് അതായത് ഡ്യൂട്ടി ടൈമിലാണ്. അപ്പോൾ അത് വീഡിയോ ആയ പ്രശ്നമില്ല. ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്താൽ അപ്പോൾ നമ്മൾ സ്റ്റോറി എങ്ങനെയായാലും ഇടും. ഓക്കെ ഇത് ചെറിയ റെയിൽവേ ആണല്ലോ. ആക്ച്വലി ഇത് ക്ലോസ്ഡ് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചോ അത്. പൊന്നു ചേട്ടന്മാർ പൊളി കേട്ടോ. പെഡൽസ് മോ ദിസ് വൺ സൈക്കിൾ ഷോപ്പ് എന്ന് പറയാൻ പഞ്ചർ കിറ്റ് വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതായത് ഞാനിത് ഈ സാധനം കേട്ടോ. ഈ ഗമ്മ് അറിയോ? ഈ ഗമ്മും പിന്നെ അതിൻ്റെ കുറച്ച് ഒട്ടിക്കണ സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് ഗൈസ് അപ്പം ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം 10-15 കിലോമീറ്റർ കവർ ചെയ്തു. ഇനി ഏകദേശം 6 മണി വരെ ചവിട്ടാം. പിന്നെ നമുക്ക് സ്റ്റേ ഉള്ള സെറ്റപ്പ് നോക്കണം കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് 5 മണിയായി തുടങ്ങിയിട്ടോ. ഓക്കെ മിഷീൻ ചായ സൂപ്പർ അടിപൊളി ചായ കേട്ടോ. ഞാൻ ഒത്തിരി കർണാടക കടന്നതിന് ശേഷം അടിപൊളി ചായ അടിക്കണം ഇപ്പോഴാട്ടോ. നോക്കി ഐസ് സാധനം മിഷീൻ ചായയാണ്. മിഷീൻ ചായൻ്റെ ഒരു ടേസ്റ്റ്. മിഷീൻ ചായക്ക് വേറെ പ്രത്യേക ടേസ്റ്റാണല്ലോ. അതേ ഒരു കട്ട് കേട്ടോ ഞാൻ ചോദിച്ചത്. ചെറിയ കട്ടക്കട കേട്ടോ. വേണ്ടോ ചെറിയ കുട്ടിക്കട. ഗൈസ് പാവട്ടോ ഈ പട്ടി. ഇവിടെ വരുന്നവർ ഓരോന്ന് കഴിക്കലാട്ടോ പരിപാടി. അവിടെ കിടന്ന പേടിച്ചിട്ടോ.
നമ്മളെ സൈക്കിൾ അത് അവിടെ ഉണ്ട്. ഇനി അത് ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സ്പെക്ക് കണ്ണട പോക്കറ്റിലുണ്ട്, മറന്നുപോയി ഗൈസ്. ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുക കേട്ടോ കുറച്ച് നേരം. ഒരു ബെല്ലിയുടെ 300 കേട്ടോ. ട്വിൻ സിലിണ്ടറിൽ സൗണ്ടുള്ള സാധനം. പിന്നെ എക്സോസ്റ്റ് കയറ്റിയിട്ടുണ്ട്. മോനെ നൈസ് ആ പറക്കണ് കിട്ടിയിട്ടുണ്ട്. സ്റ്റേ നടക്കുമോ ഇല്ലോ എന്നറിയില്ല കേട്ടോ. ജസ്റ്റ് ചോദിച്ച് നോക്കാം. അയാളെ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നോക്കും. അവിടെ ട്രക്കും എല്ലാം കാണുന്നുണ്ട്. നമുക്കിവിടെ ടെൻ്റ് അടിക്കാം അല്ലേ? എവിടെയെങ്കിലും ഗൈസ്. അങ്ങനത്തെ നമുക്കിവിടെ സ്റ്റേ കിട്ടിയിട്ടുണ്ട്. പ്രശ്നമൊന്നുമില്ല. അത് കണ്ട് ചേട്ടന്മാരുണ്ടല്ലോ, ഒരു നമ്മൾ ഫോളോവർ ആട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിത് നമ്മളോട് അവിടെ ടെൻ്റ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ടെൻ്റ് അടിച്ചിട്ട് സൈക്കിൾ എവിടെയെങ്കിലും ലോക്ക് ചെയ്ത് വെച്ചിട്ട് സാധനങ്ങളെല്ലാം അതിലൂടെ കയറ്റിയിട്ട് ഇവിടെ സ്റ്റേ അടിക്കാൻ. ഇതിലിവിടെ വണ്ടികളൊക്കെ നിൽക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. വെള്ളമുണ്ട്, ബാത്റൂം സൗകര്യം ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ഇതേപോലെ പെട്രോൾ പമ്പ് ചോദിക്കുക. അതേ നടക്കത്തുള്ളൂ ഇനി നമുക്ക് ഫുള്ള്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് ബാത്റൂമിലൊക്കെ ഒന്ന് പോകാണ്ട് ഒന്ന് സെറ്റപ്പ് ചെയ്യണം. ഗൈസ്, നാട്ടിൽ നിന്ന് വന്നതിൻ്റെ വിഷയത്തിലുണ്ട് അണ്ടിപ്പൂട്ട് കണ്ടോ നിങ്ങൾ? ചേട്ടന്മാർ വന്നാൽ കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒരു നട്ട്സൊക്കെ ഉണ്ട് കേട്ടോ, കടല കാര്യങ്ങളൊക്കെ ഉണ്ട്. അണ്ടിപ്പൂട്ടൻ്റെ സാധനം ഒരു വീട് നിന്നുണ്ടാക്കി കൊണ്ടുവന്നാണ്. നാട്ടിൽ വന്നതിൻ്റെ ശേഷം ഇതായിട്ട് തോന്നുന്നത് ഫസ്റ്റ് ടൈമാണ്. കുറേ ആയിട്ട് തിന്നിട്ട് സംഭവം, വീട്ടിൽ നിന്നായാലും കുറേ തിന്നിട്ട് സാധനം. അടിപൊളി ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഗൈസ്, ഞാൻ വീഡിയോ അടിച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ അവിടെ പെട്രോൾ പമ്പിൽ എനിക്ക് സ്റ്റേ കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി പമ്പ്, എന്തിനും നല്ല പമ്പ്, നല്ല സൗകര്യം, പാർക്കിംഗ് സൗകര്യം എല്ലാം ഉള്ള പമ്പാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ടെൻറ്റും കാര്യങ്ങളും. സൈക്കിൾ ഇത് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ അത് ഇവിടെ ടെൻറ്റ് അടിച്ചിട്ടോ. ഇതുണ്ടോ, ഇവിടെയാണ് ടെൻറ്റ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി നമുക്ക് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏകദേശം 1K സബ്സ്ക്രൈബേഴ്സിൻ്റെ മേലെ ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് ഇനി ഗോവയാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. ഗോവ, മഹാരാഷ്ട്ര അങ്ങനെ പോകും കേട്ടോ. പഞ്ചാബ്, അപ്പോൾ കാശ്മീർ അങ്ങനെ പോകാനുള്ള പ്ലാനാണ്. മൊത്തം നേപ്പാൾ, ഭൂട്ടാൻ എല്ലാം കയറിയിട്ട് നമ്മൾ വരുന്നുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക, അപ്പോൾ മെച്ചമായി നമുക്ക് അടുത്ത വീഡിയോസ് വീണ്ടും കാണാം. ഞാൻ അപ്പോൾ ഇതിൽ ഷൂട്ട് ചെയ്യുന്നത് ഗോപ്രോയിലാണ്. ഇത്രത്തോളം ക്വാളിറ്റി ഉണ്ട്. അതായത് 1080p ഓൾമോസ്റ്റ് 30 FPS ലോ ലൈറ്റ്. പിന്നെ കുറച്ചുകൂടി ക്വാളിറ്റി 30 FPS 5K എൻ്റെ ഫോട്ടോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും 5K 2K പോലും സപ്പോർട്ട് ചെയ്യണില്ല. അപ്പോൾ ഗൈസ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.